ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഖത്തവസി യൂട്യൂബ് ചാനൽ. സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനുമായിട്ട്, ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ഒക്കെ വളരെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യുവർ കറണ്ട് എനർജി. വാട്ട് ഇസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് തിങ്കിങ് അബൌട്ട്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന എനർജി എന്താണ്? എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആണോ, നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ആണോ, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണോ നിങ്ങളുടെ എനർജി ഉള്ളത്? ഇതൊക്കെ നമ്മൾ എന്തിനാണ് അറിയുന്നത്? നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളുടെ ഡ്രീംസ്, നമ്മളുടെ ഗോൾസ്, ഇതൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പല വഴികൾ, പ്രൊസീജിയേഴ്സ് നമ്മൾ പല വീഡിയോസിലായിട്ട് കാണാം, പല വ്യക്തികൾ പറയുന്നത് നമുക്ക് അറിയാം. ഓൾറെഡി നിങ്ങൾ പല കാര്യങ്ങൾ പരീക്ഷിക്കുന്ന വ്യക്തികളായിരിക്കും. റൈറ്റിംഗ് ടെക്നിക്ക്, മിറർ ടെക്നിക്ക്, അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നമുക്ക് വർക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഏത് കാര്യവും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് വഴി നമ്മളുടെ സബ് കോൺഷ്യസിലേക്ക് നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ദിസ് ഇസ് ആക്ച്വലി നീഡഡ് ഇൻ മൈ ലൈഫ്, ദിസ് ഇസ് ആക്ച്വലി നീഡഡ് ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ മെസ്സേജ് കൊടുക്കാനുള്ള വഴികളാണ്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് മെസ്സേജ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കോള് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നേരിട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മീഡിയേറ്റർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ പല വഴികളിൽ കൂടെ നമുക്ക് ആ വ്യക്തിയിലേക്ക് ആ മെസ്സേജ് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. ആ വ്യക്തിയിലേക്ക് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മളുടെ ഡ്രീംസ്, ഗോൾസ്, ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ മെസ്സേജ് അവിടെ എത്തിക്കഴിയുന്ന സമയത്താണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നത്. ബിക്കോസ് യുവർ മൈൻഡ് ഇസ് സോ പവർഫുൾ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്തു തരും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് നമുക്കറിയാം. പക്ഷെ അത് റീച്ച് ആവുന്നുണ്ടോ, അതിനൊരു ക്രോസ് ചെക്ക് വേണം. അതായത് അവിടെ ആ മെസ്സേജ് എത്തിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ റീഡിംഗ് നോക്കുന്നത്. സോ നിങ്ങളുടെ എനർജി സബ് കോൺഷ്യസിൽ ഇപ്പൊ എന്താണ്? എല്ലാ വ്യക്തികളിലും നെഗറ്റിവിറ്റീസ് ഉണ്ട്, പക്ഷെ നമുക്ക് പോസിറ്റീവ്സിനെക്കാട്ടിലും കൂടുതൽ നെഗറ്റീവ്സ് ആകുന്ന സമയത്താണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചാലഞ്ചസ് മുകളിൽ വരുന്നത്, അതല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ മുകളിൽ വരുന്നത്, നമ്മുടെ ഡ്രീംസിലേക്കുള്ള ദൂരം കൂടുന്നത്. ആ ദൂരം എത്രത്തോളം ഇപ്പോൾ ഉണ്ട്, അതല്ലെങ്കിൽ ആ ദൂരം നമ്മൾക്ക് എങ്ങനെ കുറയ്ക്കാം എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി എവിടെയാണ് നിൽക്കുന്നത് എന്നറിയണം. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ ഒരു റീഡിംഗ് ആണ്. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, അതുപോലെ കളക്റ്റീവ് ആയിട്ടാണ് റീഡിംഗ് ചെയ്യുന്നത്. ഈ ഒരു മെസ്സേജ് ആരിലേക്കാണ് എത്തേണ്ടത്, അവരിലേക്ക് ഈ മെസ്സേജ് എത്തിപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ടൈംലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ ഇത് ഏത് സമയത്താണോ ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ എനർജി റെസനേറ്റ് ആവുന്നത്, ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുന്നത്. കൂടാതെ ഇത് ജെന്റിൽനെസ് ആയിട്ടുള്ള ഒരു റീഡിങ്ങും കൂടെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി ഇപ്പോൾ എന്താണ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ എംപ്രസ്, ടെംപറൻസ്, ഓക്കെ, 10 of Wands, King of Pentacles, Page of Wands, one more card, 2 of Cups. Yes, ബോട്ടം എനർജി നമുക്ക് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഫോർ യുവർ റീഡിംഗ്. ഓരോ കാർഡിനും ക്ലാരിഫിക്കേഷനും കൂടെ എടുക്കാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം.
വാവ്, എംപ്രസിന് ക്ലാരിഫിക്കേഷൻ എംപ്രസ് തന്നെ വന്നിരിക്കുന്നു. ദിസ് ഇസ് കൈൻഡ് ഓഫ് എ മാജിക്. ദ ഹെർമിറ്റ്, ടു ഓഫ് കപ്സ് അഗെയിൻ. ഗൈസ്, ഇവിടെ നമുക്ക് ഡബിൾ 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 കൺഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാർഡ്സ് വരുന്നു എന്നുണ്ടെങ്കിൽ ശക്തമായി നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയാണ്. 3 of Wands and 2 of Wands. ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്, ബോട്ടം എനർജി. ഗ്രേറ്റ്. ഓക്കെ, നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എംപ്രസ് എനർജി. എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ക്ഷമയിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആയിരിക്കാം, അതിനെ എങ്ങനെ സൊല്യൂഷനിലേക്ക് എത്തിക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ഇതിൽ പറയാനുള്ളത്, നിങ്ങൾ കൂടുതലായിട്ട് ഇമോഷണലിയും കൂടെ ചിന്തിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തെ നോക്കി കാണണം എന്നുള്ള ഒരു മെസ്സേജ് നമുക്കിതിന്ന് വരും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ക്രിയേറ്റീവ് എനർജി ഉണ്ട്. അൺലൈക്ക് അതേഴ്സ്, നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെക്കാട്ടിലും ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതായത് വ്യത്യസ്തമായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്, കാഴ്ചപ്പാടുകൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളോട് നിങ്ങൾ ഷെയർ ചെയ്താൽ അത് അവർക്ക് മനസ്സിലാകുക പോലും ഉണ്ടായിരിക്കില്ല. അത്രയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട്, വീക്ഷണങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളിലേക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു അബണ്ടൻസ് അറിയാതെ തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജിയിലാണ് നിങ്ങളുള്ളത്. പക്ഷെ ഇവിടെ ചെറിയ രീതിയിലെങ്കിലും കുറച്ച് പേര് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഫെമിനൈൻ എനർജിയിലാണ്. ആ ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജിയുടെ ഒരു ബാലൻസ് കൊണ്ടുവരണം. അതായത് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജിയും ഡിവൈൻ ഫെമിനൈൻ എനർജിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഡിവൈൻ ഫെമിനൈൻ എനർജിക്ക് അവരുടെ അതോറിറ്റി എന്താണെന്നറിയാം, അവനവൻ്റെ വാല്യൂ അറിയാം, അവനവൻ്റെ വേർത്ത് അറിയാം. പക്ഷെ അതിലൊട്ടും അഹങ്കരിക്കാത്ത, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന എനർജിയാണ് ഡിവൈൻ ഫെമിനൈൻ എനർജി. എന്നാൽ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജി, എനിക്ക് ഇത്രയ്ക്ക് ഉണ്ടായിട്ട് എനിക്കൊരു വാല്യൂ ആരും തരുന്നില്ല, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല, ഐ ആം വർത്ത് ഇറ്റ്, പക്ഷെ എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അത് എൻ്റെ ചുറ്റുമുള്ളവർ ഇങ്ങനെയാണ്, ഈ ലോകം അങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ബ്ലെയിമിങ് എനർജിയിൽ നിൽക്കും. അപ്പൊ ഇവിടെ രണ്ട് എനർജീസും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഡിസൈഡ് ഫോർ യുവർ സെൽഫ്, നിങ്ങൾ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജിയിൽ തുടരണോ, ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് മാറണോ എന്നുള്ളത്. അവനവൻ്റെ ഗ്രിപ്പിൽ നിൽക്കുക, അവനവൻ്റെ അതോറിറ്റി മനസ്സിലാക്കുക, അവനവൻ്റെ പവർ മനസ്സിലാക്കുക. അതോടൊപ്പം മറ്റ് വ്യക്തികൾക്കും ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള മൈൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുക, അഹങ്കരിക്കാതിരിക്കുക. അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അവനവൻ്റെ കഴിവുകളിൽ ഹാർഡ് വർക്കാണ് കൊടുക്കേണ്ടത്, പ്രാർത്ഥനകളാണ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അത് മുന്നോട്ട് പുരോഗമനത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ഉരച്ച് മിനുസപ്പെടുത്തി ഷാർപ്പൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എനർജിയാണ് നിങ്ങളിലുള്ളത്. അത് വളരെ പോസിറ്റീവ് എനർജിയാണ് ഈ എംപ്രസ് എനർജി. അതിനെ നിങ്ങൾ കുറച്ച് കൂടുതൽ പോസിറ്റീവായിട്ട് മാറ്റുക. ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഒരു നെഗറ്റീവ് ആകാതെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾക്ക് ഒരു മാരേജിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീയൂണിയൻ മാനിഫെസ്റ്റേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ചൈൽഡ് ബർത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. സ്പെഷ്യലി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫാഷൻ ഡിസൈനിങ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക്, ടാലന്റഡ് ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ ഒരു റിസൾട്ട് അവർക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക്, അത് വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ തടയുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ചുറ്റുമുള്ളതിൽ ഒരു ഫെമിനൈൻ എനർജി തരുന്നുണ്ട്.
അത് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവറിനെ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗോൾസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡൈവേർഷൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും നിങ്ങളുടെ ഹോം എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിലാണ്, നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെയുള്ള ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. അങ്ങനെ ഒരു എനർജി, അത് മേ ബി നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഒരു എനർജിയും കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ റെസനേറ്റ് ആവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെനിക്ക് അറിയാനായിട്ടൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അതുപോലെ അടുത്തൊരു എനർജി ടെംപറൻസ്. നമുക്ക് ഈ ഒരു ടെംപറൻസ്, 2 ഓഫ് കപ്സ് ആൻഡ് അഗെയിൻ 2 ഓഫ് കപ്സ്, 3 കാർഡ്സ് നമുക്ക് സിമിലർ എനർജീസ് ആയിട്ട് വയ്ക്കാം. നിങ്ങളുടെ ഉള്ളിലൊരു ബാലൻസിങ് ആവശ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതായത് ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജിയുടെ ഒരു ബാലൻസ് വേണമെന്ന് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങി. അതായത് നിങ്ങൾ സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അതുപോലെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും കമ്മിറ്റ്മെന്റും നിങ്ങൾ തിരിച്ചറിയാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആഗ്രഹമുള്ളിലുണ്ടെങ്കിലും അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടാവണം. ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഡീപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഉണ്ടാവണം. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാവണം. അതായത് എല്ലാം നിങ്ങൾക്ക് വിധിക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കില്ല. യൂണിവേഴ്സ് നമുക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫെയ്റ്റ് ആക്കാം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് കോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയാം നിങ്ങളുടെ ജീവിതം മുന്നോട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പൊ അതിന് പ്രസന്റിൽ ആക്ഷൻസ് എടുക്കുന്നതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ റിസൾട്ടായിട്ട് ഉണ്ടാവുക. അതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ്റെ റൈറ്റിംഗ് ടെക്നിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എന്ത് കാര്യവും നമ്മൾ എഴുതുന്നത് വഴി നമുക്ക് വളരെ ക്ലാരിറ്റിയാണ് ഉണ്ടാവുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റി നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൊടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് വേഗം ഡിലേ ഇല്ലാതെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. കൺഫ്യൂസ്ഡ് മൈൻഡിൽ എപ്പോഴും ഗോൾസിനെ ഡിസ്റ്റൻസ് ചെയ്യുന്ന എനർജിയാണ് ഉണ്ടാകുന്നത്. അതായത് സബ് കോൺഷ്യസിനെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്, ഏതാണ് വേണ്ടത്, എന്നാൽ പിന്നെ ഒന്നും വേണ്ട, അതല്ലെങ്കിൽ എല്ലാം വേണം. ഇതൊക്കെ ഒരു കൺഫ്യൂഷനാണ്. കൃത്യമായി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ജോബാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. എനിക്ക് ഏത് സ്ഥലത്ത് ഏത് പ്രൊഫൈലിലുള്ള ജോബാണ് വേണ്ടത്, എൻ്റെ ഡെസിഗ്നേഷൻ എന്തായിരിക്കണം, ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന സാലറി പാക്കേജ് എന്തായിരിക്കണം, ഇത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, റിയാലിറ്റി നിങ്ങൾ മറക്കുക, ഇത് മറന്നേക്കുക. ആഗ്രഹം എന്താണോ അത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ എഴുതുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ വളരെയധികം ക്ലാരിറ്റി ഉണ്ട്. യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്, ഈ ഒരു പൊസിഷനാണ്, ഇന്ന സ്ഥലമാണ്, ഇന്ന പാക്കേജാണ്. സോ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുതരും ഇൻ റിയാലിറ്റി. അതല്ലാതെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ, ഞാൻ ഒരു ബിഗിനർ ആണ്, അതല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇവിടെ അല്ല ഉള്ളത്, ഞാൻ അതുകൊണ്ട് ഈ ഒരു പ്രൊഫൈൽ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം, അത് ആഗ്രഹിക്കണ്ട. തുടക്കത്തിലേ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് തോട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവില്ല. നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് അവിടെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഏത് കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ ഡിസൈൻ എങ്ങനെ ആയിരിക്കണം, അതെങ്ങനെ ഇരിക്കണം, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഏത് ലൊക്കേഷനിൽ എത്ര സ്ക്വയർ ഫീറ്റ്, ഇതെല്ലാം നിങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് എഴുതുക. ഇത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കിക്കൊണ്ട് തരും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതിൽ ട്രസ്റ്റ് ചെയ്യുക, ബിലീവ് ഇൻ ദ പ്രോസസ്. ആൻഡ് ഇവിടെ 10 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും.
ഈ വ്യക്തി എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഇയാൾക്ക് ഈ ഒരു വോൺസ് ചുമന്നുകൊണ്ട് പോകുന്ന ഭാരം അയാളെ തളർത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബേർഡൻസ് നിങ്ങളെ തളർത്തി, ഇനി മുന്നോട്ടേക്ക് ആഗ്രഹിക്കാൻ പോലും നിങ്ങൾക്ക് നിരാശ എന്നുള്ള രീതിയിൽ നിങ്ങളെ തളർത്തിയിട്ടുണ്ട്. അത് ബേർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകളുടെ ഭാരമായിരിക്കാം, ചില വ്യക്തികൾക്ക് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, മെജോറിറ്റി ആൾക്കാർക്കും ഇവിടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്, ഇമോഷണൽ ഇഷ്യൂസ് ആണ്. ഓക്കെ, നമുക്ക് 2 ഓഫ് കപ്സ് ആണ് വന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള വിഷമമാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. അത് നെഗറ്റീവ് തോട്ടിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുള്ളൂ. അത് ഏതൊരു റിലേഷൻഷിപ്പും ആയിക്കോട്ടെ. ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ശക്തമായ സോൾമേറ്റ് കണക്ഷൻ. ഇനി ഇതല്ലാതെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പാരൻസ് ആകാം, സിബ്ലിങ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, കലീഗ്സ് ആകാം, നിങ്ങളെ വാല്യൂ ചെയ്യുന്ന വ്യക്തികൾ ആരാണോ ആ വ്യക്തികൾ നിങ്ങൾ കൊടുക്കുന്ന അത്ര ഒരു എമൗണ്ട് ഓഫ് ലവ്, റെസ്പെക്ട്, കെയർ, അണ്ടർസ്റ്റാൻഡിങ് ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചു തരാത്ത ഒരു എനർജിയാണ് ഉള്ളത്. പക്ഷെ നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ എന്നുള്ള നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അവരെ പ്ലീസ് ചെയ്തെങ്കിലും അവരുടെ സ്നേഹം നേടാം, നല്ല വാക്കുകൾ നേടാം എന്നുള്ളത്. പക്ഷെ അത് നിങ്ങളുടെ സോളിനെ തളർത്തി. നിങ്ങളിപ്പോൾ ടയേർഡായി, നിങ്ങൾ തളർന്നു, ആ ഒരു എനർജി ഉണ്ട്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കുക. നമ്മളായിട്ട് നിൽക്കുക. നമ്മളായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളുടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്. നമ്മളല്ലാതെ അഭിനയിച്ച് ഫേക്ക് ആയിട്ട് പ്ലീസ് ഇതൊക്കെ നിൽക്കുമ്പോൾ എന്താണ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര നാൾ ഒരാൾക്ക് അഭിനയിച്ച് ജീവിക്കാൻ സാധിക്കും? ആ അഭിനയം തീർന്ന് നിങ്ങളാകുന്ന സമയത്ത് നിങ്ങളുടെ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അട്രാക്റ്റഡ് ആയി വന്ന ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിയൽ ആവുമ്പോൾ നിങ്ങളിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങളായിട്ട് നിൽക്കാൻ പഠിക്കുക. ആൻഡ് കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു എനർജിയാണ്. ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷന് നിങ്ങൾ വളരെ നല്ലൊരു എനർജി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഫിനാൻഷ്യൽ മാനിഫെസ്റ്റേഷൻസ് നടത്തുന്നുണ്ട്, എനിക്ക് അബണ്ടൻസ് വേണം, എനിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ മാനസികാവസ്ഥ എവിടെയാണ് നിൽക്കുന്നത്? അത് നിങ്ങൾ ബാലൻസ്ഡ് ആക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് വരണം. ഇതെനിക്കുള്ളതാണ്, ഇതെന്നിലേക്ക് വരും. ആ കോൺഫിഡൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര നിങ്ങൾ സ്ട്രോങ്ങർ ആക്കണം. സോളാർ പ്ലെക്സസ് ചക്ര അതല്ലെങ്കിൽ വേറെ ഏത് ചക്രയും നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആക്കണം എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഹാർട്ട് ചക്ര സ്ട്രോങ്ങർ ആയിരിക്കണം. അതായത് നിങ്ങൾ ഹീൽഡ് ആയിരിക്കണം. നിങ്ങളുടെ പാസ്റ്റ് ട്രോമാസിൽ നിങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫിയർ അത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻസിഡൻസിൽ നിന്നോ ഒക്കെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങളെ ഇവിടെ ജഡ്ജ്മെന്റ് അല്ലേ വന്നിരിക്കുന്നത്, നിങ്ങളെ ഒരു ജഡ്ജ്മെന്റൽ ചിന്താരീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതായത് കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ വിധിക്കുകയാണ്, എനിക്കറിയാം ഇതിങ്ങനെ നടക്കാൻ പോകുന്നുള്ളൂ, പിന്നെ ഇപ്പം ഞാൻ എന്തിനാണ് ഇതിനു വേണ്ടി മെനക്കെടുന്നത്. അങ്ങനെ ഒരു എനർജി ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ. അപ്പം അതിന് യഥാർത്ഥമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ആത്മപരിശോധന ആവശ്യമാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടമായിട്ടുണ്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും? നിങ്ങൾ ജീവിച്ചു വരുന്ന വഴിയിൽ നിങ്ങൾക്ക് എവിടെയാണ് അത് ചോർന്നു പോയിട്ടുള്ളത്? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ? ഇവിടെ നമുക്ക് ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ഫീലാണ് നിങ്ങൾക്ക് മെജോറിറ്റി ആൾക്കാർക്കും ഉള്ളത്. ചാരിയറ്റാണ്, അതായത് ഒരു ഒറ്റയാൾ പോരാട്ടം, ഒരു ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എനർജിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചിന്തിക്കുക, നമ്മളെല്ലാവരും ജനിച്ചത് ഒറ്റയ്ക്കാണ്, മരിക്കുന്നത് ഒറ്റയ്ക്കാണ്. നമ്മളുടെ ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മൾക്കുണ്ടാകുന്ന റിലേഷൻഷിപ്സ് എല്ലാം നിങ്ങൾക്ക് സന്തോഷം തരേണ്ടതാണ് അല്ലേ, ചേർത്ത് നിർത്തേണ്ടതാണ്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് സങ്കടം തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സങ്കടമാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഫ്രീ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സുകൊണ്ട് മാനസികമായിട്ട് നിങ്ങൾക്ക് അതിൽ ലിബറേറ്റഡ് ആകാൻ പറ്റുന്നില്ല. അത് ആ ഒരു ആത്മപരിശോധന നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. പറ്റുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ബാലൻസിൽ കൊണ്ടുവരണം. ഈ ഒരു ബാലൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര അത്യാവശ്യമാണ്.
ഈ 2 of Cups. അതായത് നിങ്ങൾ കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം, അത് നിങ്ങൾ ഡിസേർവിംഗ് ആണ്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് വരും. ഇപ്പൊ നിങ്ങൾക്ക് ആ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് നിങ്ങൾ അത് അനുഭവിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യണം. പാസ്റ്റ് ലൈഫ് കർമ്മ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നത് വഴി, നമ്മൾ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്നത് വഴി, ചാരിറ്റി ഒക്കെ ചെയ്യുന്നത് വഴി, ഏറ്റവും ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുക. അവരിൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? സന്തോഷം കൊടുക്കുകയാണ് അല്ലെ. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. നമ്മളെ സന്തോഷമാണ് അൾട്ടിമേറ്റ്ലി ആ വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളിലുള്ള വിസ്ഡം, എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾ മറ്റു വ്യക്തികളിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അത് അവരിലേക്ക് സന്തോഷമാണ് കൊടുക്കുന്നത് അല്ലെ. അൾട്ടിമേറ്റ്ലി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഹാപ്പിനെസ് ആണ്. അപ്പൊ എന്താണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഷെയറിങ് എന്ന് പറയുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ പേജ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. 3 of Wands വന്നിട്ടുണ്ട്. അത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അവന്റെ റിസൾട്ട്സിന് വേണ്ടി, ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ ചില വ്യക്തികളെങ്കിലും എന്തെങ്കിലും പുതിയ രീതിയിൽ ഒരു സംരംഭം തുടങ്ങാൻ, അതല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആയിട്ട് പോകുന്ന ഒരു സമയമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു പാഷന്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ളിൽ ഒരു ഫയർ ഉണ്ട്. അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കും എന്നുള്ളൊരു എനർജിയാണ് ഇത് രണ്ടും തരുന്നത്. എന്ത് കാര്യമാണ് നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് വിചാരിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വരും. അത് ജോബ് ആൻഡ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ് ഇവിടെ ചില വ്യക്തികൾക്ക്. അതുപോലെ 2 of Cups ആൻഡ് 2 of Wands വന്നിട്ടുണ്ട് ഇവിടെ. ഇത് 2 of Cups എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ മിറർ ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് എനർജി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു കൗണ്ടർ പാർട്ട് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പൊ അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലുണ്ട്. അവര് നിങ്ങൾക്ക് തരുന്ന ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസ് നിങ്ങൾക്ക് വിഷമം തരുന്നു എന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ അത് നിങ്ങളെ ചാലഞ്ചസിൽ കൂടി ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ സോള് തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതിനെ. എന്തിനാണ്? നിങ്ങൾ വളരെ ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു എക്സൈറ്റ്മെന്റും ഒരു ജോയ് ഒക്കെ കൊണ്ട് തരാനായിട്ട്, നിങ്ങൾക്ക് മുന്നോട്ട് എക്സൽ ചെയ്യണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് യു വിൽ ഇംപ്രൂവ് യുവർ സെൽഫ്. അതിനുവേണ്ടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ഇഷ്യൂസിലായിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസിലായിരിക്കാം, നിങ്ങളെ തന്നെ ബെറ്റർ ചെയ്യുന്നതിലായിരിക്കാം, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി അപ്പിയറൻസിലായിരിക്കാം. ചില വ്യക്തികൾക്ക് ഡ്രസ്സിങ് സെൻസ് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്ത് അവരുടെ ഫിറ്റ്നസ്സിലേക്ക് കടക്കുന്നതായിരിക്കാം, ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ അവർ സെറ്റ് ചെയ്യുന്നതിലായിരിക്കാം. പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എനിക്ക് ഉയരണം, എനിക്ക് അവിടെ എത്തണം, എനിക്ക് അതാണ് വേണ്ടത്, ഈ തിരിച്ചറിവുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളുടെ സോൾ പേർപ്പസിലേക്ക് നിങ്ങളെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഒരുപാട് വ്യക്തികൾക്ക് 2 സിറ്റുവേഷൻസിൽ ജഗ്ലിംഗ് ആണ്. ഇപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. പക്ഷെ അവിടെ നിങ്ങൾ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവുന്നത്. ഞാൻ ഈ ഡെസിഷൻ എടുത്താൽ അത് എങ്ങനെയാണ് നടക്കുക? അത് ഒരിക്കലും നടക്കില്ല. പക്ഷെ ആ റിയാലിറ്റി മാറ്റി വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനല്ലേ നിങ്ങൾക്ക് അറിയൂ. കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ ചാലഞ്ചസ് നിറഞ്ഞതാണ് കറണ്ട് സിറ്റുവേഷൻ. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ശരിയാവില്ല, അത് വർക്കാവില്ല. അപ്പൊ നിങ്ങൾ റിയാലിറ്റി മാറ്റി നിർത്തിയിട്ട്
മാനിഫെസ്റ്റ് ചെയ്യുക, എഴുതി വയ്ക്കുക. ചില വ്യക്തികൾ ലൂസിഡ് ഡ്രീമിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട്. അങ്ങനെ പല ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ്റെ പല ടെക്നിക്സ് എന്താണ് എന്ന് അറിയണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓ യെസ്. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസിലെ എനർജി എന്ന് പറയുന്നത് ഇവിടെ മജീഷ്യൻ ആണ്. യു ഹാവ് ദ മാനിഫെസ്റ്റേഷൻ പവർ. ഇപ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാനുള്ള ഇൻഫിനിറ്റ് ആണ്. നിങ്ങളിലേക്ക് എന്തൊക്കെ വരണം എന്നുള്ളതിന് ഒരു അതിർവരമ്പില്ല, ഇൻഫിനിറ്റ് ആണ്. അത് ഫിനാൻസ് ആണെങ്കിലും സന്തോഷമാണെങ്കിലും മനസ്സമാധാനമാണെങ്കിലും ഒക്കെ എല്ലാം ഇൻഫിനിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ പർട്ടിക്കുലർലി മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണ്? 9 ഓഫ് പെന്റിക്കിൾസ്, അതായത് ലക്ഷറി, ഫിനാൻസ് ആൻഡ് 8 സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. മാനസികമായ സ്ട്രെങ്ത് അത് നിങ്ങൾ ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. വെരി പോസിറ്റീവ് എനർജിയാണത്. ഇതിൽ നമുക്കെല്ലാം നമുക്ക് ഈ ഇൻഫിനിറ്റി സിമ്പിളാണ് ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് ചെറിയ രീതിയിൽ ആത്മപരിശോധനകൾ നടത്തി കറക്റ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കി, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്, ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ അത്, അബാൻഡ്മെന്റ് ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ, എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രോബ്ലം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. അതിന് ഏത് വഴിയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനൊരു ആത്മപരിശോധന ഇപ്പം ആവശ്യമാണ്. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ആവശ്യമാണ്. ഇവിടെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ തിങ്കിങ്ങും കൂടെ ആവശ്യമാണ്. അത് ഡിസിഷൻ മേക്കിംഗ് സമയത്താണ് വേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ എനർജി കറൻ്റ്ലി എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടാതെ നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം, ഒരു പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം. സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.